നമസ്കാരം. പ്രധാന വാർത്തകൾ. വിശ്വാസികൾ തമ്മിൽ ചേരിതിരിഞ്ഞുള്ള കയ്യാങ്കളി, പോലീസുകാർക്കടക്കം പരിക്ക്. പാളയം LMSലെ CSI ദക്ഷിണ കേരള മഹാ ഇടവക ഓഫീസിന് മുന്നിൽ വിശ്വാസികൾ തമ്മിൽ ചേരിതിരിഞ്ഞുള്ള കയ്യാങ്കളിയിൽ കണ്ടാലറിയാവുന്ന 100 പേർക്കെതിരെ മ്യൂസിയം പോലീസ് കേസെടുത്തു. സംഘർഷത്തിനിടെ ഉണ്ടായ കല്ലേറിലും കസേരയേറിലും സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷോഫൻ പ്രസാദ്, CPOമാരായ സുനീർ, ജിഷ്ണു ഗോപാൽ എന്നിവർക്ക് പരിക്കേറ്റിരുന്നു. തുടർന്നാണ് ഉദ്യോഗസ്ഥരെ ദേഹോപദ്രവം ഏൽപ്പിച്ചതിനും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും അന്യായമായി സംഘം ചേർന്നതിനുമടക്കം ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത്. വിദഗ്ധ ചികിത്സ കിട്ടാൻ വൈകി. ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ മരം വീണ് പരിക്കേറ്റ യുവാവ് മരിച്ചു. അട്ടപ്പാടി സ്വദേശി ഫൈസലാണ് മരിച്ചത്. 25 വയസ്സായിരുന്നു. വിദഗ്ധ ചികിത്സ കിട്ടാൻ വൈകിയതാണ് യുവാവിന്റെ ജീവൻ നഷ്ടമാകാൻ കാരണമെന്ന് ആരോപണമുണ്ട്. അട്ടപ്പാടി കോട്ടാത്തറ ആശുപത്രിയിൽ നിന്ന് പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിലേക്ക് മാറ്റാൻ ICU സൗകര്യമുള്ള ആംബുലൻസ് ലഭ്യമല്ലാതായതോടെയാണ് ചികിത്സ വൈകിയത്. കോട്ടാത്തറ ആശുപത്രിയിലെ ICU സൗകര്യമുള്ള 2 ആംബുലൻസുകളും മാസങ്ങളായി കേടായി കിടക്കുകയാണ്. ഇതോടെ ഒറ്റപ്പാലത്ത് നിന്ന് ആംബുലൻസ് എത്തിയ ശേഷമാണ് ഫൈസലിനെ പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിലേക്ക് മാറ്റാൻ സാധിച്ചത്. എന്നാൽ ആശുപത്രിയിലേക്ക് പോകും വഴി രക്തസ്രാവം അധികമായതോടെ അടുത്ത് വട്ടമ്പലത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. ഇവിടെ എത്തിക്കും മുമ്പ് തന്നെ മരണം സംഭവിച്ചുവെന്നാണ് ഡോക്ടർ സ്ഥിരീകരിച്ചത്. ഇന്ന് വൈകിട്ടായിരുന്നു ഫൈസൽ ഓടിച്ചിരുന്ന ഓട്ടോയ്ക്ക് മുകളിലേക്ക് വൻമരത്തിന്റെ ഒരു ഭാഗം വീണത്. മനുഷ്യന്റെ അസ്ഥികൂടം കണ്ടെത്തി. സമീപം കണ്ണടയും ബാഗും. കോട്ടയം പ്ലാഷനാലിന് സമീപം മനുഷ്യന്റെ അസ്ഥികൂടം കണ്ടെത്തി. സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിനോട് ചേർന്നുള്ള അതിരിലാണ് അസ്ഥികൂടം കണ്ടെത്തിയത്. ആൾ സഞ്ചാരം കുറഞ്ഞ ഭാഗമാണിത്. അസ്ഥികൂടത്തിന് സമീപത്തു നിന്നും ബാഗും കണ്ണടയും ലഭിച്ചിട്ടുണ്ട്. പാലാ DYSPയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മൊബൈൽ ഫോണിനെ ചൊല്ലി തർക്കം. സുഹൃത്തിന്റെ ഭാര്യയെ മർദ്ദിച്ചയാൾ അറസ്റ്റിൽ. കൊല്ലം കടയ്ക്കൽ തച്ചോണം സ്വദേശി 48 വയസ്സുള്ള പ്രവീൺ കുമാറാണ് അറസ്റ്റിലായത്. ബുധനാഴ്ചയായിരുന്നു കേസിനാസ്പദമായ സംഭവം. തച്ചോണം പള്ളിക്ക് സമീപം പ്രവീൺ കുമാറിന്റെ ഫോണിൽ വീഡിയോ കോൾ വിളിക്കുകയായിരുന്നു യുവതിയുടെ ഭർത്താവ്. തൊട്ടടുത്ത് പ്രവീൺ കുമാർ ഉണ്ടായിരുന്നു. അതുവഴി സ്കൂട്ടറിലെത്തിയ യുവതി ഭർത്താവിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങി. തുടർന്ന് ഇരുവരും തർക്കത്തിലായി. തന്റെ ഫോണാണെന്നും തിരിച്ചു വേണമെന്നും പ്രവീൺ കുമാർ ആവശ്യപ്പെട്ടെങ്കിലും യുവതി ഫോൺ നൽകാൻ തയ്യാറായില്ല. അതിനിടയിൽ ഫോൺ വേണേൽ തന്നെത്താൻ വാങ്ങിക്കോളുമെന്ന് പറഞ്ഞ യുവതിയുടെ ഭർത്താവ് വാഹനത്തിൽ കയറി മുങ്ങി. പിന്നീട് യുവതിയും പ്രവീണും തമ്മിൽ തർക്കമായി. യുവതിയുടെ മുഖത്തടിച്ചെന്നും ഫോണിനായുള്ള പിടിവലിക്കിടെ വസ്ത്രം കീറിയെന്നുമാണ് കേസ്. പരിക്കേറ്റ യുവതി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. സ്ത്രീത്വത്തെ അപമാനിച്ചതിനും ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതിനും കേസെടുത്തായിരുന്നു അറസ്റ്റ്. പ്രതിയെ റിമാൻഡ് ചെയ്തു. തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വാഹനം അടിയന്തരമായി തിരിച്ചിറക്കി. ഇന്ന് രാത്രി 7:20 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെട്ട ഫ്ലൈറ്റാണ് അടിയന്തരമായി തിരിച്ചിറക്കിയത്. സാങ്കേതിക തകരാറാണെന്നാണ് ഔദ്യോഗിക വിശദീകരണം. യാത്രക്കാർക്ക് പകരം സംവിധാനം ഒരുക്കുമെന്ന് എയർ ഇന്ത്യ അധികൃതർ അറിയിച്ചു. ടേക്ക് ഓഫ് ചെയ്ത് ഉടൻ തന്നെ സാങ്കേതിക തകരാർ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. യാത്രക്കാരെ സുരക്ഷിതമായി മാറ്റുകയും ചെയ്തു.